ഇതൊരു അപൂർവമായ വേദിയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ ഗാനരചയിതാവിന് നാം സമർപ്പിക്കുന്ന ആദരവേദിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയാണ് 2024. പി ഭാസ്കരൻ എന്നുള്ള പേര് നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ എത്രയോ കാലങ്ങളായിട്ട് കേട്ടുപോകുന്ന പേരാണ്. അദ്ദേഹം കവിയായിരുന്നു, ഗാനരചയിതാവായിരുന്നു, തിരക്കഥാകൃത്തായിരുന്നു, സംവിധായകനായിരുന്നു, നിർമ്മാതാവായിരുന്നു, നടനായിരുന്നു. അദ്ദേഹം വ്യാപരിക്കാത്ത മേഖലകളില്ല. അദ്ദേഹത്തിൻ്റെ ഗാനവേദികളിലൂടെ ഞാനും നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ ശ്രീ വി ടി മുരളിയും സഞ്ചരിക്കുന്നു. ഞങ്ങളിതിനു മുമ്പും 1-2 വേദികളിൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ പരിപാടിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ വേദിയിൽ അവതരിപ്പിക്കുന്നത്. ഇതൊരു മുന്നൊരുക്കത്തോടു കൂടിയ പരിപാടിയല്ല. ഞാൻ പറയും, അദ്ദേഹം പാടും. വാക്കുകൾ കൊണ്ട്, സംഗീതം കൊണ്ട് ആ മഹാനായ എഴുത്തുകാരനെ, കവിയെ, ഗാനരചയിതാവിനെ ഞങ്ങളൊന്ന് തൊട്ടു നോക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ആത്മാവിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. തച്ചോളി ഉദയനൻ എന്നുള്ളൊരു സിനിമ പ്രായം ചെന്ന് നിങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ടാവും. അതിൻ്റെ ഷൂട്ടിങ് ഇവിടെ ലോകനാർക്കാവിൽ വെച്ചായിരുന്നു. ഞാനൊക്കെ വളരെ കൊച്ചുകുട്ടിയാണ്. ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു സിനിമ തച്ചോളി ഉദയനാണ്. അതുകൊണ്ടാണ് അത്രയും കൃത്യമായിട്ടുള്ളൊരു ഓർമ്മ. ലോകനാർക്കാവിലെ ചിറയുടെ ഓരത്ത് വെച്ചാണ് അതിലൊരു പാട്ട് ചിത്രീകരിച്ചത്. തച്ചോളി ഉദയനിലെ പാട്ടുകളുടെ ഒരു സവിശേഷത, വടക്കം പാട്ടിനെ ആശ്രയിച്ചു കൊണ്ടുള്ള നമുക്ക് ഒരുപാട് സിനിമകളുണ്ട്. പക്ഷേ ആദ്യകാലത്തൊക്കെ ഭാസ്കരൻ മാഷാണ് അത്തരം സിനിമകളിലൊക്കെ പാട്ടെഴുതിയത്. ഭാസ്കരൻ മാഷ് പാട്ടെഴുതുമ്പോൾ അത് വടക്കൻ പാട്ടിലെ വരികളെ അതിശയിക്കുന്നു. അഞ്ഞനക്കണ്ണും ആലിലത്താലിയും അറപ്പുരവാതിലും ഒക്കെയും കടന്നു വരുന്നു. കള്ളനവൻ വന്നില്ല തോഴിമാരെ എന്നൊന്നും വടക്കൻ പാട്ടിൽ നമ്മൾ വായിക്കില്ല. അതൊക്കെ ഭാസ്കരൻ മാഷ് ഉണ്ടാക്കിയതാണ്. വടക്കൻ പാട്ടിലെ ചില പ്രയോഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ച അതിമനോഹരമായ ഒരു വടക്കൻ ഗാനം. അഞ്ഞനക്കണ്ണെഴുതി ആലിലത്താല് ചാർത്തി, ബാബുക്കയുടെ സംഗീതം. നമസ്കാരം. സുധീഷ് സൂചിപ്പിച്ചതുപോലെ ഈ സാധാരണ ഞാൻ തനിയെ ഇത്തരം പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. സുധീഷും ഞാൻ തമ്മിൽ കമ്പൈൻഡായിട്ട് ചില പരിപാടികൾ യൂണിവേഴ്സിറ്റിയിലൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ സുധീഷിൻ്റെ സെലക്ഷൻ കൂടി പാട്ടുകളിൽ വരുന്നത്. മറ്റെൻ്റെ സെലക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലും വടക്കമ്പാട്ടിൻ്റെ ഈ നാട്ടിൽ വടക്കമ്പാട്ടിൻ്റെ ഒരു സിനിമയിൽ 1964 തോന്നുന്നു ഈ സിനിമ വന്നത്, അല്ലേ? പക്ഷേ 61 ഉണ്ണിയാർച്ച എന്ന സിനിമ വന്നിട്ടുണ്ട്. ആദ്യത്തെ വടക്കൻപാട്ട് സിനിമ എന്ന് പറയുന്നത് ഉണ്ണിയാർച്ചയാണ്. അതിൽ ധാരാളം പാട്ടുകളുണ്ട്, നമുക്കറിയാം. ഈ പടത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മലയാള സിനിമാ ഗാനങ്ങളിൽ ഏറ്റവും എപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്ന പാട്ടുകളിൽ പലതുമാണ് ഈ പടത്തിലുള്ളത്. ഈ പാട്ട് സുധീഷ് പറഞ്ഞ പാട്ട് ഇപ്പോൾ ഞാനിവിടെ പാടാം. എല്ലാവരും ഓർക്കണം, എസ് ജാനകി പാടിയ പാട്ടാണ്. ഇതിവിടെ ഞാനാണ് പാടുന്നത്. അതുകൊണ്ട് എസ് ജാനകിയോളം നന്നായില്ല എന്നൊന്നും പറയാൻ പാടില്ല. അഞ്ഞന കണ്ണെഴുതി ആലില താലി ചാർത്തി അറപ്പുരവാതിൽ ഞാൻ കാത്തിരുന്നു. മണവാളനെത്തും നേരം
കൊടുമയിൽ ചൂടാനൊരു കുടമുള്ള മലർമാല കോർത്തിരുന്നു. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുറവാതിലിൽ ഞാൻ കാത്തിരുന്നു. മുടിമേലേക്ക് വെച്ചു തുളുനാടൻ പട്ടുടുത്തു മുക്കുറ്റി ചാന്തും തൊട്ടു ഞാനിരുന്നു. കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം, കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം, കല്യാണമണി ദീപം കൊളുത്തി വെച്ചു. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുറവാതിലിൽ ഞാൻ കാത്തിരുന്നു. തൂഷനില മുറിച്ചു വെച്ചു തുമ്പപ്പൂച്ചോറു വിളമ്പി, ആശിച്ച കറിയെല്ലാം നിരത്തി വെച്ചു. പുള്ളുകളുറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും, പുള്ളുകളുറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും, കള്ളനവൻ വന്നില്ല തോഴിമാരെ. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുറവാതിലിൽ ഞാൻ കാത്തിരുന്നു. മണവാളനെത്തും നേരം കൊടുമയിൽ ചൂടാനൊരു കുടമുള്ള മലർമാല കോർത്തിരുന്നു. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുറവാതിൽ ഞാൻ കാത്തിരുന്നു. ഓർക്കുക വല്ലപ്പോഴും ഭാസ്കരൻ മാഷിൻ്റെ ആദ്യകാല കവിതാ സമാഹാരത്തിൻ്റെ പേരാണ്. അദ്ദേഹം ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞ ഒരു വാചകം അതാണ്, ഓർക്കുക വല്ലപ്പോഴും എന്നാണ്. പക്ഷേ അവസാന കാലമാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മയൊക്കെ പോയി. അദ്ദേഹത്തിന് ആരെയും തിരിച്ചറിയാൻ കഴിയാതെയായി. അൽഷൈമേഴ്സ് എന്നുള്ള അസുഖം വന്നു. മറവി രോഗം ബാധിച്ചിട്ടാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയത്. എപ്പോഴും ഈ ഓർമ്മയെക്കുറിച്ച് അദ്ദേഹം പറയുമായിരുന്നു. എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുമായിരുന്നു, ഓർക്കുക വല്ലപ്പോഴും. നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകളുടെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ ഈ പാട്ടിൽ നിന്ന് ഫിലോസഫി മനസ്സിലാക്കിയ ഒരാളാണ്.
സാഹിത്യകൃതി വായിച്ചിട്ടല്ല, പാട്ടിൽ നിന്ന് മനസ്സിലാക്കിയ ചില ഫിലോസഫിയുണ്ട്. അങ്ങനെ എന്നെ ഫിലോസഫി, ഒരു ജീവിതത്തിൻ്റെ ലളിതമായൊരു ഫിലോസഫി പഠിപ്പിച്ചൊരു പാട്ടാണ് MT വാസു എന്നൊരു തിരക്കഥ എഴുതിയ മുറപ്പെണ്ണ് എന്നുള്ള സിനിമയിലെ കരയുന്നു പുഴ ചിരിക്കുന്നു എന്നുള്ള പാട്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പുറക്കാതിരിക്കലാണ് അതിലെളുപ്പം എന്ന് പറയുന്നുണ്ട്. അപ്പം മറവിയെക്കുറിച്ചും ഓർമ്മയെക്കുറിച്ചും അദ്ദേഹം ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തിയ ഒരു പാട്ടാണ് മുറപ്പെണ്ണിൽ ചിദംബരനാഥ് സംഗീതം നൽകി ആ പാട്ട്. കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ, കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ. ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ മുറുകുന്നോ ബന്ധമഴിയുന്നോ, മുറുകുന്നോ ബന്ധമഴിയുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ. കഥനത്താൽ തേങ്ങുന്ന ഹൃദയവുമായി കരകളിലല തല്ലും ഓളങ്ങളെ, കഥനത്താൽ തേങ്ങുന്ന ഹൃദയവുമായി കരകളിൽ തല തല്ലും ഓളങ്ങളെ, തീരത്തിനറിയില്ല മാനത്തിനറിയില്ല തീരാത്ത നിങ്ങളുടെ വേദനകൾ, തീരാത്ത നിങ്ങളുടെ വേദനകൾ. കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ. മറക്കുവാൻ പറയാ എന്തെടുക്കും, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെടുക്കും. മറക്കുവാൻ പറയാ എന്തെടുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെടുപ്പം. മറവിതന്മാരിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകളോടിയെത്തി ഉണർത്തിയിടുന്നു. കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ. കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നോ, കര
രാഘവൻ എന്നുള്ള അസാമാന്യ സംഗീതജ്ഞൻ്റെ ശിഷ്യനാണ് നമ്മുടെ പ്രിയപ്പെട്ട വി.ടി. മുരളി. രാഘവ മാഷുമായിട്ട് എനിക്കൊരു വലിയ സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ രാഘവ മാഷോട് ഞാൻ ഒരു സംഗീത കുതുകി അല്ലെങ്കിൽ ആസ്വാദകൻ എന്നുള്ള നിലയിൽ പലപ്പോഴും പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പാട്ടുകൾ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ പാടുന്ന ഒരു പാട്ടുകാരനാണ് വി.ടി. മുരളി എന്നാണ്. വേറൊരു പാട്ടുകാരനെ കുറിച്ച് പറഞ്ഞത് ബ്രഹ്മാനന്ദനെ കുറിച്ചാണ്. നീലക്കുയിൽ എന്നുള്ള സിനിമ 1954 മലയാളത്തിൽ വരുമ്പോൾ ആ സിനിമ ഉണ്ടാക്കിയ ഒരു സാംസ്കാരിക വ്യതിയാനമുണ്ട്. അത് പല തരത്തിലാണ്, സംഗീതത്തിൽ, സിനിമയിൽ, അതുപോലെ അഭിനയത്തിൽ, അങ്ങനെയൊക്കെ ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയൊരു സിനിമയാണ് നീലക്കുയിൽ. നീലക്കുയിൽ 8 പാട്ടുകളുണ്ടായിരുന്നു. 8 പാട്ടുകളും വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള പാട്ടുകൾ അതിന് മുമ്പ് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. ആ പാട്ടുകളുടെ ഒരു അപൂർവത എന്ന് പറയുന്നത്, ഇപ്പോൾ എങ്ങനെ നീ മറക്കും കുയില് എന്നുള്ളൊരു ശോകഗാനം, എല്ലാവരും ചൊല്ലണ് കുയിലിനെ തേടി എന്നുള്ള നാടൻ മട്ടിലുള്ള 2 പെൺപാട്ടുകൾ ജാനമ്മ ഡേവിഡ് പാടിയത്. പിന്നെ ജിഞ്ചക്കം താരോ എന്നുള്ള ഒരു സംഘഗാനം, അന്യഭാഷയിൽ സലിൽ ചൗധരി വന്നിട്ട് ഈ പാട്ട് കേട്ടിട്ട് പറഞ്ഞത്, ഇങ്ങനെയൊരു സംഘഗാനം ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല എന്നാണ് സലിൽ ചൗധരി രാഘവ മാഷെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത്. പിന്നെ മാനൊന്നും വിളിക്കില്ല എന്ന് മെഹബൂബ് എന്നുള്ള അന്നത്തെ തമാശ പാട്ടുകാരനെ കൊണ്ടൊരു റൊമാൻറ്റിക് പാട്ട് പാടുകയാണ്. ഇന്നും നമ്മുടെ മനസ്സിൽ ആ പാട്ടുണ്ട്. പിന്നെ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ, അത് മലയാളികളുടെ ക്ലാസിക് മാപ്പിള ഗാനമാണ്. അങ്ങനെ ഒരു പാട്ട് പാടാൻ രാഘവ മാഷിന് മാത്രമേ അങ്ങനെ കഴിയുകയുള്ളൂ. അത് ഇന്നും നിലനിൽക്കുന്നു, ഇന്നും ജീവിക്കുന്നു. ആ പാട്ട് എഴുതിയ ഭാസ്കരൻ മാഷ് മോയിൻകുട്ടി വൈദ്യരെ അതിശയിച്ചു എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കരുത്. ചേറും ഹുറിയും നെയ്ച്ചോറും കമ്പിയും കമ്പും വെയിലും എരിയും വെയിലത്ത് കയ്യിലും ഒക്കെ കൂടിയായിട്ട് ഈ മാപ്പിള നിഘണ്ടുവിൽ നിന്ന് അദ്ദേഹം എടുത്ത ആ വരികൾ കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു വിന്യാസ ഭംഗി, അതാണ് ആ പാട്ടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അദ്ദേഹം തന്നെ സംഗീതം നൽകി, അദ്ദേഹം തന്നെ പാടി. വയസ്സുകാലത്തും അദ്ദേഹം വന്നിട്ട് ഇവിടെ വില്യാപ്പള്ളിയിൽ പാടിയ വേദി ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ആ പാട്ട് അങ്ങനെ രാഘവ മാഷുടെ ശൈലിയിൽ പാടുവാൻ രാഘവ മാഷുമായി അത്രയേറെ സഹവദിച്ച മുരളിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകലിക്കിയ സുന്ദരിയെ കേൾക്കാം. ഞാൻ ശോകത്തിൽ നിന്നൊന്നും അങ്ങോട്ട് മാറിയതാണ്. എനിക്ക് നേരത്തെ ലിസ്റ്റ് വന്ന വേറെ പാട്ടാണ്. അപ്പം ഞാൻ അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതാണ് കുറേ ഇങ്ങനെ ദുഃഖിപ്പിക്കേണ്ടെന്ന് കരുതി. അതുകൊണ്ട് ഇത് ഈ പാട്ടിനെ കുറിച്ച് ഞാനൊരു കാര്യം കൂടി പറഞ്ഞു. ഈ വാക്കുകളെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മാപ്പിളപ്പാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രാസം എന്ന് പറയുന്നത്. അതായത് നമ്മളതിനെ കമ്പി കഴുത്ത്, വാൽക്കമ്പി, വാലിന്മേൽ കമ്പി എന്നൊക്കെയാണ് പറയുക. പക്ഷെ ആ പ്രാസത്തിൽ ഇതിൽ വളരെ പാലിച്ചിട്ടുള്ളൊരു പാട്ടാണിത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വമ്പെഴുന്നിൻ്റെ എന്ന് പറഞ്ഞ പോലെ അമ്പ എന്നുള്ള അക്ഷരമൊക്കെ വമ്പെഴുന്നിൻ്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി. എല്ലാം അമ്പ എന്നുള്ള അക്ഷരമാണ്. കുടവുമായി പുഴ കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി, ഒടുവിലീ എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുതിക്കേളി, ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ കൂറി നിന്നുടെ കയ്യിനാൽ നെയ് ചോറ് വെച്ചത് തിന്നുവാൻ കൂടി ഏറെയുടെ. ഇങ്ങനെ പ്രാസം കൊണ്ടിങ്ങനെ ഭയങ്കര അതിൻ്റെ ഒരു ഒരു വലിയൊരു മനോഹാരിത സൃഷ്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ രാഘവ മാഷ്ക്ക് തന്നെ ഈ പാട്ട് പാടാൻ പറ്റുള്ളൂ. അത് ഒരു അന്ധവിശ്വാസം കൊണ്ട് പറയുന്നതല്ല. അത് ഒരേ സ്ഥലത്ത് പാടുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രയാസമുള്ള കാര്യമാണ്. ട്യൂൺ ഒന്നേ ഉള്ളൂ. ട്യൂൺ ഒറ്റ പല്ലവിയിലെ ട്യൂൺ തന്നെയാണ് അവസാനം വരെ പാടുന്നത്. പക്ഷേ ഒരേ സ്ഥലത്താണ് പാടുന്നത് അവസാനം വരെ. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വലകിലൊക്കിയ സുന്ദരി തെന്നുകേ
ചേർക്കണേ. കണ്ണിനാലെന്റെ കരളിനുരുളിയിൽ പെണ്ണു കാച്ചിയ നൊമ്പരം കൽവിലറിഞ്ഞപ്പോൾ ഇന്ന് ഞങ്ങൾ കയറ് പൊട്ടിയ പമ്പരം. ചേരിൽ നിന്നു വളർന്നു പൊന്തിയ കുറിനിന്നുടെ കയ്യിലാൽ നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടൻ നെഞ്ചിലാ. വമ്പഴും നിന്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകൾ കമ്പടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞു പോ. കുടവുമായി പുഴക്കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി ഒടുവിലി എന്ന സങ്കട പുഴ നടുവിലാ കരുതിക്കളി. വേറെയാണ് വിചാരമെങ്കില് നേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാനെന്തിനെരിയും വെയിലത്ത് കയ്യിലും കൂട്ടി നടക്കണേ. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലൂക്കിയ സുന്ദരി പെണ്ണുകൾ പിന്നെ കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. ഈ പാട്ടിനെ പറ്റി ഒരു കഥ കേട്ടിട്ടുണ്ട്, സുധീഷ് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഏതോ ഒരു ഇതുപോലെ ഒരു സദസ്സിൽ ഏതൊരു ക്യാമ്പിലോ വെച്ചിട്ട് ഭാസ്കര മാഷോട് ചോദിച്ചത്രേ, കായലരികത്ത് വലയെറിയില്ലല്ലോ, കായലല്ലേ വലയെറിയാന്ന്. അപ്പോൾ അത് തെറ്റല്ലേ എന്ന് ചോദിച്ചത്രേ മാഷ് പറഞ്ഞത്രേ, കായൽ വലയെറിഞ്ഞാൽ മീൻ കിട്ടും, കായൽ അരികത്ത് എറിഞ്ഞാലേ പെണ്ണിനെ കിട്ടുകയുള്ളൂ എന്നറിയാത്രേ. ഇത് പെണ്ണിനെ പിടിക്കുന്ന വലയാണ്. അതാണ് അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പാട്ട് ഞാൻ ആദ്യം ഇത് സുധീഷ് ആദ്യം പറയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി പാടേണ്ട പാട്ടാണിത്. ഞാനൊരു പ്രാവശ്യം പാടാം, നിങ്ങളെല്ലാവരും കൂടി ഏറ്റു പാടിയാൽ മതി, ഒറ്റ 4 വരി മാത്രം. കായലരികത്തു വലയെറിഞ്ഞപ്പോ വലകിലു തീയ സുന്ദരി പെണ്ണുകൾ പിന്നെ കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വലകിലു തീയ സുന്ദരി പെണ്ണുകൾ പിന്നെ കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. ആരും പാടിയില്ലാന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും ഈ ആളുകൾക്ക് ഞാൻ നേരത്തെ ശ്രദ്ധിക്കായിരുന്നു, നമ്മളെ സ്വാഗതമെല്ലാം പറയുമ്പോൾ ഓരോരുത്തരെ വലിയ വലിയ ആളുകളൊക്കെയാണ്, ഒരു കൈയടിക്കാൻ എന്തൊരു മടിയാണ്. ഒരു കൈയടിച്ചു പോയാൽ ഇപ്പം എന്താ കുഴപ്പം? എന്നെ സുധീഷിനെ പ്രോത്സാഹിപ്പിച്ചിട്ടൊരു കാര്യമില്ല. പിന്നെ പക്ഷെ ഒരു കയ്യെല്ലാം അടിക്കുന്നൊരു സന്തോഷമാണ്. ഒന്നുമില്ല, ജയപാലെങ്കിലും ഒരു സന്തോഷമല്ലേ? ഓക്കെ. ഇപ്പം പറഞ്ഞതുപോലെ വേറൊരു ഭാസ്കരൻ മാഷോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്. ആളുടെ പേരൊന്നും ഞാൻ പറയില്ല. അദ്ദേഹം ഒരു നടനാണ്. അദ്ദേഹം അവതാരകനായിട്ടൊക്കെ ടി വിയിൽ പണ്ട് വന്ന ഒരാളാണ്. വളരെ പോപ്പുലറായിട്ടുള്ള നടനാണ്. അദ്ദേഹം ഒരിക്കൽ ഭാസ്കരൻ മാഷോട് ചോദിച്ചു പോലും. അത് ചോദ്യം എങ്ങനെയാണ്? ഞാൻ 2 വരിയൊക്കെ ഒന്ന് പാടിക്കോട്ടെ. കാനന ശലഭത്തിൻ കണ്ടത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ. എനിക്ക് ഇത്ര കൈയടിയാന്ന്. നിത്യസുന്ദരമാമി ഭൂലോകവാടിയിൽ ഉദ്യാന പാലകൻ നീയല്ലോ. അദ്ദേഹം പാടും.
താമരക്കുമ്പിളല്ലോ മമ ഹൃദയം എന്നുള്ള ക്രിസ്തീയ ഗാനമാണ്. പഴയ പാറപ്പുറത്തിൻ്റെ സിനിമയിൽ ഭാസ്കര മാഷ് എഴുതിയ പാട്ടാണ്. ഇതാണ് അവതാരകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്. കാനന ശലഭത്തിൻ കണ്ടത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ. അപ്പോൾ ചോദ്യം ഇതാണ് പോലും, ഈ ശലഭത്തിന് കണ്ട ഉണ്ടാവുമോ തൊണ്ട ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. ഭാസ്കര മാഷ് എന്താണ് അതിന് ഉത്തരം പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിത് കണ്ടിട്ടില്ല. എന്നോട് ഒരാൾ പറഞ്ഞതാണ്, ആ പൊട്ടൻ അങ്ങനെ ചോദിച്ചു. ഭാസ്കര മാഷ് എന്താ പറഞ്ഞിട്ടുണ്ടോ അറിഞ്ഞൂടാ. ഭാസ്കര മാഷ് പറഞ്ഞിട്ടുണ്ടാവും, ഭക്ഷിക്കുന്ന കുടിക്കുന്ന ഏത് ജീവിക്കും തൊണ്ടയുണ്ടാവുമല്ലോ. അപ്പോൾ കാട്ടിലെ പൂമ്പാറ്റക്കും തൊണ്ടയുണ്ടാകും. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം അടുത്ത ചോദ്യത്തിലേക്ക് അദ്ദേഹത്തെ അനുവദിച്ചിട്ടുണ്ടാകാം. ഞാൻ പറഞ്ഞു വന്നത് അതല്ല, ആ വരികളുടെ ഒരു വലിയ പൊരുളാണ്. കാനനശലഭത്തിൻ കണ്ടത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ. ഇത് കേട്ട ഒരു മലയാളം വിദ്യാർത്ഥി, ഒരു മലയാള അധ്യാപകൻ ധരിക്കും ഈ കാകളി എന്ന് പറഞ്ഞാൽ മാത്രമേ 5 അക്ഷരം 3 വരുന്ന ഒരു ഗണങ്ങളെ 8 ചേർത്ത് ഈരടിക്ക് ചൊല്ലാം കാകളി എന്നുള്ള വൃത്താന്ന് ധരിക്കും. അത് ശലഭത്തിൻ്റെ തൊണ്ടയിൽ ഇയാളെന്തിനാ നിറച്ചെന്ന് ചോദിക്കും. അതല്ല കാകളി. കാകളി എന്നുള്ള വാക്കിന് വലിയൊരു അർത്ഥമുണ്ട്. ശലഭം മലയാളം ഭാഷ ആയിരിക്കില്ലേ? അതെ അതെ, ശലഭം സാഹിത്യം പഠിക്കുകയാണ്. കാകളി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കണ്ഠത്തിന് ഉച്ചരിക്കുവാൻ പ്രയാസമുള്ള ഏറ്റവും മധുരമായ ലീനധ്വനി എന്നാണ് കാകളിക്കുള്ള ഏറ്റവും വലിയ അർത്ഥം. അത് കാട്ടിലെ ശലഭത്തിൻ്റെ കണ്ഠത്തിൽ നിറച്ചവൻ നീയല്ലോ താത എന്ന് പറഞ്ഞുകൊണ്ട് ആ താതനെ പ്രണമിക്കുകയാണ് ഭാസ്കര മാഷ ക്രിസ്തീയ ഭക്തിഗാനത്തിലൂടെ. അതിൽ ടാഗോറിൻ്റെയൊക്കെ വലിയ സ്വാധീനമുണ്ട്. ഉദ്യാനപാലകൻ എന്നുള്ള പ്രയോഗം വന്നിട്ടുണ്ട്. ഉദ്യാനപാലകൻ ടാഗോറിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. ടാഗോർ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഉദ്യാനപാലകൻ. അങ്ങനെ വലിയൊരു സ്വാധീനം ചങ്ങമ്പുഴയുടെയും ടാഗോറിൻ്റെയും ഭാസ്കര മാഷിൻ്റെ ഗാനങ്ങളിലുണ്ട്. പക്ഷെ ഒരിക്കലും ഈ പ്രയോഗങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തിട്ട് അത് തൻ്റേതായ രീതിയിൽ സ്വാംശീകരിക്കല്ലാതെ ഒരിടത്തും അനുകരിച്ചിട്ടില്ല. അതാണ് താമരക്കുമ്പിളല്ലോ മമ ഹൃദയം. ഈ സുധീഷ് പാടിയതിനെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ, കമൻ്റ് അല്ല കേട്ടോ. സുധീഷ് ഒരിക്കൽ സുകുമാർ ആയിക്കോട് മാഷ് ഒരു പ്രസംഗത്തിൽ സുധീഷിനെ കൊണ്ട് പറയാണ്, സുധീഷ് എന്തൊരു ഭംഗിയായിട്ടാണ് പാടുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മാഷ് വെച്ച് വേറെ പാട്ടൊന്നും കേട്ടിട്ടില്ലേ. ഓക്കെ ഓക്കെ. ഈ പാട്ട്, ഈ താമരക്കുമ്പിളല്ലോ എന്നുള്ള പാട്ടൊക്കെ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂൾ യോജനോത്സവം, അന്ന് സ്കൂൾ യോജനോത്സവത്തിലൊക്കെ സിനിമാ പാട്ട് പാടായിരുന്നു. ഇപ്പം അത് പറ്റില്ല. ഇപ്പം ഒരേ പാട്ട് എല്ലാ വർഷവും പാടിക്കൊണ്ടിരിക്കണം. പിന്നെ ഇപ്പം പണ്ടങ്ങനെയല്ല. അപ്പം അതിലൊക്കെ പാടിക്കൊണ്ടിരുന്ന പാട്ടായിരുന്നു ഇത്. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം, ഇതിൽ താതാനി സംഗീത മധുപകരൂ. എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ. കാനനശലഭത്തിൻ കണ്ഠത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ. കാനനശലഭത്തിൻ കണ്ഠത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ. നിത്യസുന്ദരമാമി ഭൂലോകവാരിയിൽ ഉദ്യാനപാലകൻ നീയല്ലോ ദേവാ. ദേവാ ദേവാ താമരക്കും
താതാനിൻ കൽപ്പനയാൽ പൂവനം തന്നിലൊരു പാതിര പൂവായി വിരിഞ്ഞു ഞാൻ. താതാനിൻ കൽപ്പനയാൽ പൂവനം തന്നിലൊരു പാതിര പൂവായി വിരിഞ്ഞു ഞാൻ. പൂമണമില്ലല്ലോ പൂന്തേനുമില്ലല്ലോ പൂജയ്ക്കു നീ എന്നെ കൈക്കൊള്ളുമോ ദേവാ ദേവാ ദേവാ. താമര കുമ്പിളല്ലോ മമ ഹൃദയം ഇതിൽ താതാനി സംഗീത മധു പകരൂ. എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെയൊഴുക്കും ഞാൻ, എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെയൊഴുക്കും ഞാൻ, എങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ ദേവാ. ഈ പാട്ടിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ട്. സംഗീതം നൽകിയത് ബാബുരാജാണ്. ബാബുരാജ് അന്നത്തെ മദുരാശിയിലെ ഒരു ജനറൽ ആശുപത്രിയിൽ രോഗാതുരനായിട്ട് കിടക്കുകയാണ്. മരണം അടുത്തെത്തി. അപ്പം അദ്ദേഹത്തെ കാണാൻ വേണ്ടി അന്നത്തെ സിനിമയിലുള്ള ആളുകളൊക്കെ ചെല്ലുന്നുണ്ട്. ഒരാൾ ചെന്നു. അദ്ദേഹം ബാബുരാജിൻ്റെ വലിയൊരു ആരാധകനാണ്. ബാബുക്കയുടെ കട്ടിലിൽ ഇരുന്നിട്ട് അദ്ദേഹം ഈ പാട്ട് പാടിയപ്പോൾ അവശനിലയിലും ബാബുക്ക പെട്ടെന്ന് ഒന്ന് എഴുന്നേറ്റിട്ട് കിടന്ന കിടപ്പിൽ ഒന്ന് തല ഉയർത്തിയിട്ട് ഈ പാട്ട് ഏറ്റുപാടുകയാണ്. ആ വരികൾ പൂമണമില്ലല്ലോ പൂന്തേനുമില്ലല്ലോ പൂജക്ക് നീ എന്നെ കൈക്കൊള്ളുമോ എന്നുള്ള വരികളാണ്. എന്നിട്ട് ഈ കാണാൻ ചെന്ന ആളോട് ചോദിച്ചു പോലും, പടച്ചോൻ എന്തിനാണ് എന്നെ ജനിപ്പിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പാട്ടിങ്ങനെ ഏറ്റുപാടിക്കൊണ്ടാണ് അദ്ദേഹം മരിച്ചത് എന്നാണ് KT മുഹമ്മദ് ഒരു ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ആയിരിക്കാം. ഭാസ്കരൻ മാഷ് കൊടുങ്ങല്ലൂരുകാരനാണ്. പക്ഷേ കേരളത്തിൻ്റെ എല്ലാ ദേശങ്ങളെയും ഗ്രാമങ്ങളെയും അദ്ദേഹത്തിന് അറിയായിരുന്നു. ഏത് ദേശത്തെയും മനുഷ്യരുടെ സംസ്കാരം അദ്ദേഹത്തിന് അറിയായിരുന്നു. കേരളത്തിൽ മലയാളികളുടെ കേരളീയത എന്നുള്ളത് അമൂർത്തമായൊരു സംഗതിയാണെങ്കിലും ഈ കേരളീയത പാട്ടിലേക്ക് കൊണ്ടുവന്നത് ഭാസ്കരൻ മാഷാണ്. അത് നമ്മൾ മറ്റു പാട്ടെഴുത്തുകാരിൽ പിന്നീട് വന്ന ശ്രീകുമാരൻ തമ്പിൽ ആ കേരളീയത മൂർത്തമായിട്ട് കാണുകയുള്ളൂ. ഭാസ്കരൻ മാഷാണ് കേരളീയത കൊണ്ടുവന്നത്. ഈ ദേശങ്ങളുടെ സംസ്കാരം എങ്ങനെയാണ് ഈ മനുഷ്യൻ പിടിച്ചെടുത്തതെന്ന് എനിക്ക് വലിയ അത്ഭുതമാണ്. കൊടുങ്ങല്ലൂരുകാരനാണ് അദ്ദേഹം. കോഴിക്കോട് താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം വടകരയിൽ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും മനുഷ്യരുടെ മുദ്രകൾ അദ്ദേഹത്തിന് അറിയാം. സ്വത്ത് മുദ്രകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നമ്മുടെ വടകരയെക്കുറിച്ച് അദ്ദേഹം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വെരി ഗുഡ്. സുറുമ വിൽപ്പനക്കായിട്ട് വന്ന ഒരാൾ യേശുദാസാണ് അഭിനയിച്ചത് കായംകുളം കൊച്ചുണ്ണി എന്നുള്ള സിനിമയിൽ. അതെ, പണ്ടൊക്കെ ഈ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്ത് പുതുപ്പണം ഉമ്പിച്ചി സുറുമ എന്നുള്ള ബോർഡ് കാണാറുണ്ടായിരുന്നു അല്ലേ? പുതുപ്പണം ഉമ്പിച്ചി സുറുമയൊന്നും ഇന്നില്ല. ഇന്ന് പെണ്ണുങ്ങൾ സുറുമ എഴുതാറുണ്ടോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ കാലഹരണപ്പെട്ടു പോയി. പക്ഷെ അങ്ങനെ സുറുമ വിൽക്കാൻ വേണ്ടി കൊല്ലം, കോട്ടയം, കണ്ണൂർ, വടകര എന്നീ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു സുറുമ വിൽപ്പനക്കാരനെക്കുറിച്ച് ഭാസ്കരൻ മാഷ് ഒരു പാട്ട് എഴുതി. നമ്മുടെ നാടിനെക്കുറിച്ച് പറയുമ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ പാട്ട് കേട്ടിട്ട് വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ അടി പിട്ടി നടക്കുന്നു. ഞാൻ ഇവിടെ എന്താ വടകര എന്താ അടിയില്ല.
നോക്കുമ്പോൾ അടി ആണുങ്ങൾ തമ്മിലല്ല, പെണ്ണുങ്ങൾ തമ്മിലാണ്. മുതുകിഴവിയും ചെറു യുവതിയും കൂടിയിട്ടാണ് അടി. എന്തിന്? സുറുമ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനൊരു പാട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. ആ പാട്ടാവട്ടെ. ഞാൻ ഈ പാട്ട് ആദ്യം പാടണം കേട്ടോ, ആവട്ടെ, പൊറുക്കണം ഇതൊക്കെ. നല്ല സുറുമ കൊച്ചു സിന്ദൂര പുട്ട് തൊട്ട് മന്ദാര കണ്ണിനയിൽ സുന്ദരി മാരണിയും സുറുമ. നല്ല സുറുമ, നല്ല സുറുമ, മദനനെ മയക്കുന്ന മിഴിയിൽ ഇളം മാതള മലരുകൾ വിരിയാ. മദനനെ മയക്കുന്ന മിഴിയിൽ ഇളം മാതള മലരുകൾ വിരിയാൻ. മുന്നിലെത്തും പുരുഷന്റെ കണ്ണുകെട്ടി ഞൊടിക്കുള്ളിൽ പെണ്ണുകെട്ടാൻ നടത്തിക്കും സുറുമ. നല്ല സുറുമ, നല്ല സുറുമ. മറുനാട്ടിലും മലനാട്ടിലും പേരുകേട്ട സുറുമ. മറുനാട്ടിലും മലനാട്ടിലും പേരുകേട്ട സുറുമ. ഒരു പല്ല് പോയ കിഴവി കണ്ണിൽ തെല്ലു സുറുമ എഴുതി. ഒരു പല്ല് പോയ കിഴവി കണ്ണിൽ തെല്ലു സുറുമ എഴുതി. മധുര യൗവനം നേടി ഒരു മാരനെ വീണ്ടും നേടി. ഒരു കല്ലു പോയ കിഴവി കണ്ണിൽ ചൊല്ലു സുറുമ എഴുതി. മധുര യൗവനം നേടി ഒരു മാരനെ വീണ്ടും നേടി. കോട്ടയത്ത് പണ്ടൊരിക്കൽ സുറുമ വിൽക്കാൻ പോയി. ഒരു കണ്ണി പെണ്ണന്റെ സുറുമ വാങ്ങിച്ചു. കോട്ടയത്ത് പണ്ടൊരിക്കൽ സുറുമ വിൽക്കാൻ പോയി. ഒരു കോങ്കണ്ണി പെണ്ണന്റെ സുറുമ വാങ്ങിച്ചു. ഉണ്ടായ കണ്ണിലിത് 2 ദിനം എഴുതിയപ്പോൾ തണ്ടുലയും താമരകൾ കണ്ടു കണ്ണിലാകെ. ആരിക്കു വേണം സുറുമ, ആരിക്കു വേണം, ആരിക്കു വേണം സുറുമ, ആരിക്കു വേണം. ചുരുക്കത്തിലൊരു ദിനം കൊല്ലത്തണഞ്ഞു തിരക്കിട്ട് തെരുവീതി തെണ്ടുമ്പോൾ കണ്ണാടി കരിയൊരുതി സുന്ദരി മണി വന്നെത്തി. കണ്ണിൽ ഞാൻ സുറുമയെഴുതിച്ചു. എന്നിട്ടല്ലോ കാലത്തെ കണ്ണാടി ഞാൻ മാറ്റിച്ചു. കണ്ണൂർ ചെന്നപ്പോ പെണ്ണൊരുട്ടി വാങ്ങി ഞമ്പട സുറുമ കണ്ണിൽ തേച്ച്. മയ്യത്തായി കിടന്നൊരു മണ്ണുണ്ടോ, മയ്യത്തായി കിടന്നൊരു പുരുഷനല്ലോ. അയ്യാ എഴുന്നേറ്റ് കൂടെ വന്നേ വന്നേ. വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ അടിപിടി നടക്കുന്നു. മുതുകിഴവിയും ചെറുയുവതിയും കരിവശീതു വാങ്ങാൻ. വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ അടിപിടി നടക്കുന്നു. മുതുകിഴവിയും ചെറുയുവതിയും കരിവശീതു വാങ്ങാൻ. നാടായ നാട്ടിലെല്ലാം നാളികലോചനമാ. വീടും കുടിയും വിറ്റ് സുറുമ വാങ്ങിക്കും, വാങ്ങിക്കും സുറുമ വാങ്ങിക്കും. ഊരായാലതിൽ വീട് വേണം, ഒരു വീടായാലൊരാണ് വേണം. ആണായാൽ കൂടെ പെണ്ണ് വേണം, ഒരു പെണ്ണായാൽ
കണ്ണിൽ സുരുമ വേണം. ഒരു പെണ്ണായാൽ കണ്ണിൽ സുരുമ വേണം. നല്ല സുരുമ. ഈ പാട്ട് രംഗത്ത് പാടുന്നതും യേശുദാസാണ്. യേശുദാസ് പാടിയ പാട്ടാണ്. രംഗത്ത് പാടുന്നതും യേശുദാസ് തന്നെയാണ് അല്ലേ? ഭാസ്കര മാഷ് പ്രണയിനിയെ വിശേഷിപ്പിക്കുക പ്രാണസഖി എന്നാണ്. വയലാറ് നിത്യകാമുകി എന്നൊക്കെ വിളിക്കും. ശ്രീകുമാരൻ തമ്പി ഹൃദയേശ്വരി എന്ന് വിളിക്കും. ONV കുറുപ്പ് ഉൾനാടൻ പെൺകിടാവെ എന്ന് വിളിക്കും. ഒരു ഉൾനാടൻ പെൺകിടാവിനെ പാടിയ ആളാണ് ഇവിടെ ഇരിക്കുന്നത്. മാതളത്തേനോണ എന്നുള്ള പാട്ടിൽ ONV ഉൾനാടൻ പെൺകിടാവെ എന്ന് വിളിച്ചിട്ടുണ്ട്. അല്ല സോറി, പൊന്നരളിപ്പൂവ് എന്നുള്ള പാട്ട്. ഭാസ്കര മാഷ് അതിൽ കവിഞ്ഞൊന്നും വിശേഷിപ്പിക്കില്ല. പ്രാണസഖി എന്ന് പറഞ്ഞാൽ പ്രാണം പറിച്ചുകൊണ്ട് പോകുന്ന സഖിയാണ്. അതാണ് പ്രാണസഖിക്ക് ലളിതമായ അർത്ഥം. ആ പാട്ട് പ്രാണസഖി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ എന്നുള്ള പാട്ട് ഇടയ്ക്കൊക്കെ തോന്നും അത് ബാബുരാജിന് വേണ്ടി തന്നെ എഴുതിയാണ്. ബാബുരാജിൻ്റെ സംഗീതം ബാബുരാജിന് വേണ്ടി എഴുതിയ പാട്ടാണോ എന്ന് തോന്നും. പാമരനാം പാട്ടുകാരൻ എന്ന് അദ്ദേഹത്തെ ആണോ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നും. ചില പാട്ടുകൾ അങ്ങനെയാണ് ഭാസ്കര മാഷ് എഴുതിയത്. അത് ബാബുരാജിന് വേണ്ടിയിട്ടാണോ എന്ന് തോന്നും. കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാനായി വന്നവൻ എന്നുള്ള പാട്ട് കേട്ടാൽ അത് ബാബുരാജിന് വേണ്ടിയുള്ള പാട്ടാണ്. ഈ പ്രാണസഖി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ എന്നുള്ളതും ബാബുരാജിന് വേണ്ടിയുള്ള പാട്ടാണ്. അതിൽ എങ്കിലും എന്നോ മലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ, എങ്കിലും എന്നോ മലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ, തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ, കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. മലയാളം കണ്ട മധുരിതമായ പ്രേമഗാനങ്ങളിലൊന്നാണ് ഈ പ്രാണസഖി. ഏറ്റവും മികച്ച പ്രണയഗാനങ്ങൾ എഴുതിയ ഒരാൾ ഭാസ്കര മാഷാണ്. മറ്റുള്ളവർ എഴുതിയിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഈ പാട്ട് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ എന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോന്ന് എത്ര പെണ്ണുങ്ങളോട് ഞാൻ അക്കാലത്ത് ചോദിച്ചിട്ടുണ്ടെന്നറിയോ ഈ പാട്ട് പാടിയിട്ട്. അപ്പോൾ നീ എന്നെ ചോദിച്ചു പോകും. അതാണ് മുഴുവൻ പാടിയാൽ മതി. ഞാൻ പറഞ്ഞില്ല വേറെ പാടുന്നത്. ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് സുന്ദര വസന്തരാവിൽ കുഴപ്പമില്ല, നീ പാടിയാൽ മതി. ചതിക്കല്ല. അല്ല, ഞാൻ ഇതുവരെ ഒരു പെണ്ണുങ്ങളോടും ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പ്രശ്നം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരന പാട്ടുകാരൻ, ഗാനലോക വീഥികളിൽ വേണുബൂതുമാട്ടിടയൻ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരന പാട്ടുകാരൻ. എങ്കിലും എന്നോ മലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ, എങ്കിലും എന്നോ മലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ, തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ, കാണാത്ത പൂ
വരും പൊന്തി വരും സങ്കൽപ്പത്തിൻ പൊന്നശോകമണിയറയിൽ പൊന്തി വരും സങ്കൽപ്പത്തിൻ പൊന്നശോകമണിയറയിൽ ചന്ദമേഴും ചന്ദ്രികതൻ ചന്ദനമണി മണ്ഡപത്തിൽ എന്നു സുന്ദര വസന്തരാവിൻ ഇന്ദ്രലീല മണ്ഡപത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രലീല മണ്ഡപത്തിൽ എന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ എന്നും താമസിക്കാൻ എൻ്റെ കൂടെ പോരുമോ നീ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനം പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ വേണുമാട്ടിടയൻ പ്രാണസഖി ഞാൻ. ഈ സാഹിത്യകൃതികൾ പ്രാണസഖിയിൽ തന്നെ നിൽക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ്. ഇപ്പം ഇതിന് ആദ്യം ഒരു പ്രാണസഖി വിളിയുണ്ട്. പ്രാണസഖി എന്നൊരു വിളിയുണ്ട്, പാടാം. പ്രാണസഖി പ്രാണസഖി പ്രാണസഖി. ഇനി വേണ്ട. ഒരു പ്രാണസഖിയോട് വരൂ. എന്താ? ഒരു പ്രാണസഖിയോട് വരാനുണ്ട്. അത് വീട്ടി മുരളി തന്നെ പാടും. അദ്ദേഹം പാടിയ മറ്റുള്ളവരുടെ പാട്ടുകൾ അദ്ദേഹം പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു എന്താ അതിന് പറയുക, ഒരു ചൈതന്യം കൊടുക്കും. അത് അധികം പാട്ടുകാർക്കൊന്നും ഇല്ലാത്തൊരു, ഞാനിപ്പോൾ ഇദ്ദേഹത്തെ ഇരുത്തി പുകഴ്ത്തുന്നൊരു സംഗതിയൊന്നുമല്ല. കാരണം ഇദ്ദേഹത്തിന് പാട്ടും അറിയാം, സാഹിത്യവും അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു ചൈതന്യം കിട്ടും ആ പാട്ടിന്. അപ്പോൾ താമസമെന്തേ വരുവാൻ മലയാളത്തിലെ ഏറ്റവും അനശ്വരമായൊരു പാട്ടാണ്. ആ പാട്ട് ഈ മനുഷ്യൻ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് പാടിയത്. ഇപ്പോഴങ്ങനെ പാടുമ്പോൾ പറ്റുമോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും നമുക്ക് പാടിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നി ആ പാട്ട് പാടിയത്. പാടി ഞാൻ കേട്ടില്ല, ഞാൻ ഞെട്ടിപ്പോയി. യേശുദാസിനെ അതിശയിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ദൂരദർശൻ. ഈ സാഹിത്യകൃതികൾ സിനിമയാകുമ്പോൾ മിക്കവാറും ആ കാലത്ത് ഭാസ്കര മാഷിനെയാണ് പാട്ട് എഴുതുക. ഭാസ്കര മാഷിനെ അത് പറ്റുള്ളൂ. എന്താ വെച്ചാൽ കൃതിയുടെ അന്തരാത്മാവ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പാട്ടെഴുതും. ഇപ്പം ബഷീറിൻ്റെ നീലവെളിച്ചെന്നുള്ള കഥ ഭാർഗവി നില എന്നുള്ള സിനിമയാകുമ്പോൾ അതിലുള്ള പാട്ട്, അതല്ല ഏത് പാട്ടെടുത്ത് നോക്കുകയാണെങ്കിലും അത് ബഷീറിൻ്റെ ഭാഷയുടെ ഒരു പ്രതിരൂപങ്ങളാണ്. ഏകാന്തതയുടെ അപാരതീരം അത് ബഷീറിൽ നിന്ന് എടുത്തതാണ്. പക്ഷേ വേറെ ഒന്നും ബഷീറിൽ നിന്ന് എടുക്കുന്നില്ല, ഏകാന്തതയുടെ അപാരതീരമാണ് എടുക്കുന്നത്. പിന്നെ ബഷീറിൻ്റെ യാത്രയാണ് ആ പാട്ട് മുഴുവനും. മുന്നിൽ താണ്ടിയ വഴി അതിദൂരം, അങ്ങനെയുള്ള ആ ഒരു കാലയാത്രികൻ്റെ പാട്ടായിട്ടാണ് ഏകാന്തതയുടെ അപാരതീരം വരുന്നത്. അതുപോലെയാണ് താമസമെന്തേ വരുവാൻ. താമസമെന്തേ വരുവാനിൽ അദ്ദേഹം ഉപയോഗിച്ച ഭാഷ ഹേമന്ത യാമിനി തൻ പൊൻവിളക്ക് പൊലിയാറായി, മാകന്ത ശാഖികളിൽ രാക്കിളികൾ മയങ്ങാറായി. ഈ ഹേമന്ത ശാഖയും രാക്കിളിയൊന്നും ബഷീറിൻ്റെ സാഹിത്യത്തിൽ നമ്മൾ വായിക്കില്ല. പക്ഷേ ഭാസ്കരൻ മാഷ് ആ ബഷീർ സാഹിത്യത്തിന് അത്തരം ചില പ്രയോഗങ്ങൾ കൊണ്ട് ഒരു ഫീലിംഗ് ഉണ്ടാക്കി കൊടുത്തു. മാത്രമല്ല, പട്ടുറുമാൽ ഇളകിയല്ലോ എന്നാണ് അവസാനത്തെ വരി. എന്തിലാണ് പട്ടുറുമാൽ ഇളകിയത്? വീട്ടി എവിടെയാണ് പട്ടുറുമാൽ ഇളകിയത്? പട്ടുറുമാൽ ഇളകിയത് പട്ടുറുമാൽ ഇളകിയല്ലോ. പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാൽ ഇളകിയല്ലോ. പാതിരാക്കാറ്റിൽ ഈ പാതിരാക്കാറ്റിൽ പട്ടുറുമാൽ ഇളകേണ്ട ഒരു കാര്യവുമില്ല. കാരണം അതൊരു മുസ്ലിം പെൺകുട്ടിയല്ല. പട്ടുറുമാൽ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് പട്ടുറുമാൽ എന്നുള്ളത്.
പക്ഷെ ഭാർഗവി നിലയത്തിൽ ഭാർഗവിയാണ്, ഭാർഗവിയുടെ പട്ടുറുമാൽ ഇളകില്ല. പക്ഷെ ഭാസ്കരൻ മാഷ് പട്ടുറുമാൽ കൊടുത്തു അവൾക്ക്. അത് ബഷീറിൻ്റെ കഥയായതുകൊണ്ടാണ്. പാതിരാ കാറ്റിൽ നിൻ്റെ പട്ടുറുമാൽ ഇളകിയല്ലോ. അത് മുരളിയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ അതിന് വേറൊരു ചൈതന്യമുണ്ട്. അത് ഈ പ്രാണസഖി പാടി ഇത് പാടുമ്പോൾ കുഴപ്പമില്ല, ഈ രാഗങ്ങളൊക്കെ തമ്മിലുള്ള ചില റൂട്ടുകളൊക്കെ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ. സുധീഷ് അത് നോക്കട്ടെ, സുധീഷ് സാഹിത്യം നോക്കിയാൽ മതി. ഞാനിവിടെ പാടാൻ കഷ്ടപ്പെട്ടു പോകും. താമസമെന്തേ വരുവാ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ. ഹേമന്തയാമിനി തൻ പൊൻവിളക്ക് പോലിയാറായി മകന്ത ശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി, താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ. മരമിളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ, പൂഞ്ചോല പടവിൽ നിന്റെ പാദസരം കുലുങ്ങിയല്ലോ, പാലൊളി ചന്ദ്രികയിൽ നിന്നന്തകാസം കണ്ടുവല്ലോ, പാലൊളി ചന്ദ്രികയിൽ നിന്നന്തകാസം കണ്ടുവല്ലോ, പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുമാലിളകിയല്ലോ, പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുമാലിളകിയല്ലോ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ. ഭാസ്കര മാഷ് മരിച്ചിട്ട് 17 വർഷമായി. അദ്ദേഹം മരിച്ചതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ കോഴിക്കോട് ഒരു അനുസ്മരണം നടത്തിയിരുന്നു. അതിൽ MT വാസുദേവനാഥൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ MT അവിടെ പ്രസംഗത്തിലൊരു കാര്യം പറഞ്ഞു, ഒരു പാട്ടിനെക്കുറിച്ചാണ്. ആ പാട്ട് മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവെങ്കിൽ മഞ്ഞളരച്ച് വെച്ച് നീരാടുമ്പോൾ എന്നുള്ള പാട്ടാണ്.
ആ പാട്ട് എഴുതാനിടയായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം പാട്ട് എഴുതി പോലും ഭാസ്കരൻ മാഷ്. ഇവരൊരു ഹോട്ടലിൽ താമസിക്കുന്നു. അപ്പം ഈ സന്ദർഭം പറഞ്ഞു കൊടുത്തപ്പോൾ ഭാസ്കരൻ മാഷ് അടുത്ത മുറിയിൽ പോയിട്ട് 10 മിനിറ്റ് കൊണ്ട് പാട്ട് എഴുതിയിട്ട് വന്നിട്ട് MT ഈ പാട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സംഗീതം വരുന്നതേ ഉള്ളൂ. അപ്പം അതിൽ ഇങ്ങനെയൊരു വരിയുണ്ട്: താന്നിയൂർ അമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ. അങ്ങനെയുള്ള ഈ വരി വായിച്ച് കേൾപ്പിച്ചിട്ട് ഭാസ്കരൻ മാഷ് MTയോട് ചോദിച്ചു പോലും, അങ്ങനെ ഒരു അമ്പലമില്ല, താന്നിയൂർ അമ്പലം എന്നൊരു അമ്പലമില്ല. അത് ഭാസ്കരൻ മാഷ് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഉണ്ടാക്കിയത് MTയുടെ നാട്ടിലൊരു താന്നിക്കുന്നുണ്ട്. MTയുടെ നാട് കൂടല്ലൂരാണ്. ഈ താന്നിക്കുന്നിൻ്റെ താന്നിയും കൂടല്ലൂരിൻ്റെ ഊരും എടുത്തിട്ട് താന്നിയൂർ എന്നുള്ളൊരു പുതിയ സ്ഥലം ഉണ്ടാക്കി. അവിടെ ഒരു അമ്പലവും പ്രതിഷ്ഠിച്ചു. അവിടെ കഴകക്കാരനെ പോലെ ചിങ്ങാണ് വരുന്നത്. വർഷത്തിലൊരിക്കലാണ് ചിങ്ങം വരിക. ഈ അമ്പലത്തിൽ വർഷത്തിലൊരിക്കലാണ് കഴകക്കാരൻ വരിക. അങ്ങനെയാണ് ഭാവന. എന്നിട്ട് ചോദിച്ചു പോലും, ആളുകൾക്കത് ഫീൽ ചെയ്യുമോ, അങ്ങനെ ഒരു അമ്പലം ഉള്ളതുപോലെ ഫീൽ ചെയ്യുമോ എന്ന് ചോദിച്ചു. MT ഉടനെ ഡബിൾ ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ട്. മഞ്ഞണിപ്പൂ നിലാവ് പേരാറ്റിൻ കടവെങ്കിൽ മഞ്ഞൾ അരച്ച് വെച്ച് നീരാടുമ്പോൾ. നമ്മൾ ഈ കേരളീയതയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ ഈ കേരളീയത എന്ന് പറഞ്ഞാൽ ഈ പാട്ടൊക്കെയാണ്. ഇതൊന്നും ഇന്നില്ല. ഇതൊന്നും ചങ്ങമ്പുഴയിൽ നിന്നൊന്നും കടമെടുത്തൊന്നുമില്ല. ചങ്ങമ്പുഴ മഞ്ഞണിപ്പൂ നിലാവ് പേരാറ്റിൻ കടവെങ്കിൽ മഞ്ഞൾ അരച്ച് വെച്ച് നീരാടുമ്പോൾ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ എല്ലാവരും ചങ്ങമ്പുഴയുടെ അനുകർത്താവാണ്, പി ഭാസ്കരൻ എന്നൊക്കെ ആ കാലത്ത് വിമർശിക്കാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല. ഇതൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയ പ്രയോഗങ്ങളാണ്, അദ്ദേഹം ഉണ്ടാക്കിയ വരികളാണ്. പക്ഷെ അതിലെന്തുണ്ട്? കേരളീയതയുണ്ട്. താന്നിയൂർ അമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമെത്തുമ്പോൾ ഒരു കൊച്ചു മണ്ഡപം, കിനാവ് കാണുന്ന ഒരു പെൺകുട്ടി, കാത്തിരിക്കുന്ന പെൺകുട്ടികൾ, കാത്തിരിക്കുന്ന യുവതികൾ എത്രയേറെയാണ് ആ പാട്ടിൻ്റെ ലോകത്തിൽ. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ച് നീരാടുമ്പോൾ. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ച് നീരാടുമ്പോൾ. മഞ്ഞണി പൂനിലാവ് മണം വീശും എന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വീണുകാര. മണം വീശും എന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച വീണുകാര. ധനുമാസം പൂക്കൈത മല ചൂടി വരുമ്പോൾ ഞാൻ അങ്ങയെ കിനാവ് കണ്ടു കൊതിച്ചിരുന്നു. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ച് നീരാടുമ്പോൾ. മഞ്ഞണി പൂനിലാവ് പാലകൾ തൻ വിരലിങ്കൽ പൗർണമി മോതിരമണിക്കും മലർമാസത്തിൽ.
താമര മാലയുമായി ചിങ്ങമെത്തുമ്പോൾ ഒരു കൊച്ചു പന്തലിൽ ഒരു കൊച്ചു മണ്ഡപം പുളിയില കരമുണ്ടും കിനാവു കണ്ടേ മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളര ചുവച്ച് നീരാടുമ്പോൾ മഞ്ഞണി പൂനിലാവ്. വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോയ ഒരു പാട്ടുകാരനായിരുന്നു ബ്രഹ്മാനന്ദൻ. അദ്ദേഹം ഒരു 90 സിനിമകളിലേ പാടിയിട്ടുള്ളൂ എങ്കിലും പാടിയ പാട്ടുകളൊക്കെ ഗംഭീരമാണ്. അദ്ദേഹം പാടിയതുപോലെയൊക്കെ പാടി ഫലിപ്പിക്കാൻ പലർക്കും പ്രയാസമാണ്. വലിയ ഗായകനായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് വലിയ വെളിച്ചത്തിലേക്ക് വരാൻ പറ്റിയില്ല. കാലം അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചു വിളിക്കുകയും ചെയ്തു. ബ്രഹ്മാനന്ദനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്, സിനിമയിലൂടെ പരിചയപ്പെടുത്തിയത് രാഘവ മാഷാണ്. മാനത്തെ കായലിൻ എന്നുള്ള പാട്ടിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം. ബ്രഹ്മാനന്ദൻ്റെ ഒരു പാട്ട്, ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര എന്നുള്ള, പൂജക്കെടുക്കാത്ത പൂക്കൾ എന്നുള്ള സിനിമയിലെ ആ പാട്ട്, അത് വി.ടി. മുരളി പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അദ്ദേഹം അതിഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ട് ആവാം. ബ്രഹ്മാനന്ദൻ്റെ വോയിസ് ലെവൽ അറിയാലോ, ഭയങ്കര ലെവലുള്ള വോയിസാണ്. ഞാൻ ആരെയും ശബ്ദത്തെ അല്ല അനുകരിക്കുന്നത്, അതിനുള്ളിൽ അദ്ദേഹം പാടി വെച്ച, രാഘവ മാഷ് ചെയ്തു വെച്ച ഒരു സംഗീതമുണ്ട്. അതിനെയാണ് പിന്തുടരാൻ, അനുകരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, പിന്തുടരാൻ ശ്രമിക്കുന്നത്. ആ പടത്തിൽ തന്നെ ബാലമുരളീകൃഷ്ണൻ 2 പാട്ടുകൾ പാടിയിട്ടുണ്ട്. വളരെ മനോഹരമായ 2 പാട്ടുകൾ. രാഘവ മാഷക്ക് ആ വർഷത്തെ സംസ്ഥാന അവാർഡും കിട്ടിയിട്ടുള്ള ഈ പൂജക്കെടുക്കാത്ത പൂക്കളിലാണ്. മറ്റൊരു സവിശേഷതകളുണ്ട്. അപ്പം സാഹിത്യത്തിൻ്റെ ആൾ കൂടി ഇരിക്കുന്നതുകൊണ്ട് പറയുകയാണ്, അത് എൻ മോഹനൻ സാറിൻ്റെ ഒരു കഥയുടെ അടിസ്ഥാനത്തിലാണ് ആ പൂജക്കെടുക്കാത്ത പൂക്കൾ എന്ന സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര, മൂർത്തിയേതെന്നറിയാത്ത കൊടും തപസ്യ, തളർന്നാലും വീഴാത്ത തപസ്വിനി നീ, ഇനി എങ്ങാണിനി എങ്ങാണി യാത്ര. ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര, മൂർത്തിയേതെന്നറിയാത്ത കൊടും തപസ്യ, തളർന്നാലും വീഴാത്ത തപസ്വിനി നീ, ഇനി എങ്ങാണിനി എങ്ങാണി യാത്ര. സ്വപ്നങ്ങൾ നിൻ വഴിയിൽ ജീർണസത്രങ്ങൾ പോലെ തെളിയുമ്പോൾ, വ്യർത്ഥമാം സ്വപ്നങ്ങൾ നിൻ വഴിയിൽ ജീർണസത്രങ്ങൾ പോലെ തെളിയുമ്പോൾ, തീരാത്ത ദുഃഖത്തിൻ മാറാപ്പിൽ തലവച്ചു, തീരാത്ത ദുഃഖത്തിൻ മാറാപ്പിൽ തലവച്ചു,
നീ നിന്റെ രാത്രികൾ ചിലവഴിക്കും ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര മുക്തിയേതെന്നറിയാത്ത കൊടും തപസ്യ ജപമാല ആരും കാണാതെ നീയൊഴുക്കും ബാഷ്പധാര കയ്യിൽ നീയേന്തുന്ന ജപമാല ആരും കാണാതെ നീയൊഴുക്കും ബാഷ്പധാര പിന്നിൽ ശൂന്യത മുന്നിലും ശൂന്യത പിന്നിൽ ശൂന്യത മുന്നിലും ശൂന്യത നടുവിൽ ജീവിതമാ പ്രകേളിക ക്ഷേത്രമേതെന്നറിയാത്ത തീർത്ഥയാത്ര മുക്തിയേതെന്നറിയാത്ത കൊടും തപസ്യ തളർന്നാലും വീഴാത്ത തപസ്വിനി നീ ഇനി എങ്ങാണി വടകരയിലെ നമ്മുടെ സാൻഡ് ബാങ്ക്സിൽ വെച്ചായിരുന്നു അമ്മയെ കാണാൻ എന്നുള്ള സിനിമയിലെ ഒരു പാട്ടിൻ്റെ ചിത്രീകരണം. മരിച്ചുപോയ അതുല്യ നടൻ സത്യമാഷ് ഒരു ക്യാൻവാസിൽ ഒരു ചിത്രം വരച്ചുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്ന ആ സാൻഡ് ബാങ്ക്സിൻ്റെ കരയിൽ പാടുകയാണ്. സംബോധന മധുര 17കാരി എന്നാണ്. ആശുതൻ അറമല്ല നീ എടുത്താലോ 1000 കല്ലുള്ള മണിമാല കാണാം. ഒരു മോഹമുണ്ട് ആ മാല നിന്റെ ഓമൽ കഴുത്തിൽ കയ്യിനിൽ ചാർത്താൻ. ഭാസ്കരൻ മാഷിൻ്റെ മറ്റൊരു എന്നും ഓർമ്മിക്കുന്നൊരു പ്രണയഗാനം സീറ്റ് 17 സംബോധന ചെയ്യുന്ന പാട്ട്. വലിയൊരു സംശയം അതാ. മധുര 17കാരി എൻ്റെ മധുര 17കാരി മധുര 17കാരി എൻ്റെ മധുര 17കാരി ഹൃദയത്തറവാടിൻ ഭാഗത്തിനെത്തിയ മധുര 17കാരി ഹൃദയത്തറവാടിൻ ഭാഗത്തിനെത്തിയ മധുര 17കാരി
മധുര 17 എൻ്റെ മധുര 17 നിധിയായ നിധിയാകെ നീ എടുത്തല്ലോ, മുതലാകെ നീ എടുത്തല്ലോ. നിധിയായ നിധിയാകെ നീ എടുത്തല്ലോ, മുതലാകെ നീ എടുത്തല്ലോ. കലവറത്തന്നിൽ കാത്തു സൂക്ഷിച്ച കനകക്കിനാക്കളും നീ എടുത്തല്ലോ. മധുര 17 എൻ്റെ മധുര 17 ആശതന്നറമെല്ലെ നീ തുറന്നാലോ, 1000 കല്ലുള്ള മണിമാല കാണാം. ആശതന്നറമെല്ലെ നീ തുറന്നാലോ, 1000 കല്ലുള്ള മണിമാല കാണാം. ഒരു മോഹമുണ്ട് ആ മാല നിന്റെ കോമൽ കഴുത്തിലൻ കൈയിനാൽ ചാർത്താ. മധുര 17 എൻ്റെ മധുര 17 ഹൃദയത്തറവാടിൻ ഭാഗത്തിനെത്തിയ മധുര 17 ഹൃദയത്തറവാടിൻ ഭാഗത്തിനെത്തിയ മധുര 17 മധുര 17 എൻ്റെ മധുര 17 ഒരു പഴയ ശിഷ്യൻ്റെ ആവശ്യമാണ് ആ പാട്ട്. ഒരു മിനിറ്റ്. സാധാരണ ഇങ്ങനെ ഈ പ്രസംഗിക്കുമ്പോൾ പാടുമ്പോൾ ഒക്കെ ലിസ്റ്റ് വന്നല്ല, അതിൻ്റെ ഇങ്ങനെ ഒരു കടലാസ് വന്നാൽ അതിൻ്റെ അർത്ഥം ഇത് നിർത്തണം എന്നാണ് നിങ്ങൾ വിചാരിക്കുക. പക്ഷേ ഇത് നിർത്താനല്ല കേട്ടോ, ഒരു പാട്ടും കൂടി പാടാം. ഒരു 2 പാട്ട് കൂടി പാടിയിട്ട് അവസാനിപ്പിക്കട്ടെ. 4 ഓക്കെ. ഇതൊരു ശിഷ്യൻ സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം എന്നുള്ള പാട്ട് പാടാൻ വേണ്ടി പറയുന്നു. വരിയില്ല കയ്യിൽ നോക്കണം. ഭാസ്കരൻ മാഷ് സ്വപ്നങ്ങൾ കൊണ്ട് പാട്ടെഴുതിയ ആളാണ്. ഭാസ്കരൻ മാഷിൻ്റെ പാട്ടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്നൊരു വാക്ക് സ്വപ്നവും കിനാവുമാണ്. കിനാവിൻ്റെ കുഴിമാടം, നിദ്രതൻ നീരാഴി. നിദ്രയും കിനാവും കൊണ്ടാണ് അദ്ദേഹം അധിക പാട്ടുകൾ എഴുതിയത്. അതുപോലെ ഈ ഭൂമിയും ആകാശവും കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വരുന്നത്. കരിമുകൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി. പണ്ട് ഈ കുട്ടിക്കാലത്തൊക്കെ ഒരു രജനി തൻ വീട് എന്നൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു രജനി ഉണ്ടായിരുന്നു. ഞാൻ ധരിച്ചു അവളുടെ വീടാണെന്നാണ് ധരിച്ചു. രജനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥമൊന്നും അറിയില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കുക അദ്ദേഹം. അപ്പോൾ സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാൻ പറ്റുമോ? വിദ്യാധര മാഷല്ലേ? ന്യൂ മനീഷയിൽ പണ്ട് പഠിപ്പിച്ച ഒരു ശിഷ്യനാണ്. അത് അയാളുടെ മാത്രം ആവശ്യം കേട്ടോ. ഓക്കെ. വിദ്യാധര മാഷല്ലേ? ഞാൻ വിദ്യാധര മാഷ. സ്വപ്നങ്ങളൊക്കെയും
ന്യൂ മനുഷ്യൽ ഞാൻ ആരെയും പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. തോപ്പിൽ പുഷ്പിച്ച പുഷ്പങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, കൽപ്പന തൻ കളി തോപ്പിൽ പുഷ്പിച്ച പുഷ്പങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. ജീവന്റെ ജീവന കോവിലിൽ നേദിച്ച സ്നേഹാമൃതം നിത്യം പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. സങ്കൽപ്പകേദാരഭൂവിൽ വിളയുന്ന പൊൻകതിരൊക്കെയും പങ്കുവയ്ക്കാം, സങ്കൽപ്പകേദാരഭൂവിൽ വിളയുന്ന പൊൻകതിരൊക്കെയും പങ്കുവയ്ക്കാം. കർമ്മപ്രപഞ്ചത്തിൽ ജീവിതയാത്രയിൽ നമ്മൾക്കായി പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ഭാസ്കര മാഷ് പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പാട്ടെഴുതിയ ആളാണ്. ഒരുപാട് വീറുള്ള ഗാനങ്ങൾ, പദം പദം ഉറച്ചു നാം പാടിപ്പാടി പോവുക, പാരിൽ ഐക്യ കേരളത്തിന് കാഹളം മുഴക്കുവാൻ എന്നൊക്കെയുള്ള ഐക്യ കേരള ഗാനമൊക്കെ എഴുതിയ ആളാണ്. പക്ഷെ അദ്ദേഹം അന്നും ഖദറാണ് ധരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദർശ പുരുഷൻ മഹാത്മാഗാന്ധിയായിരുന്നു. അത് അവസാന കാലം വരെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാർട്ടിയോട് വിയോജിച്ചുകൊണ്ട് പ്രത്യയശാസ്ത്രത്തോട് എതിർപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഏകനായി ഇറങ്ങിപ്പോയി. ആവി വണ്ടി എന്നുള്ള കവിതയിലൊക്കെ നമ്മളത് വായിക്കും. ഞാനിതാ ഏകനായി യാത്രയാകുന്നു. പിന്നെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് അദ്ദേഹം പുതുക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വിയോജിപ്പായിരുന്നു. ഉടൻ വിപ്ലവം എന്നുള്ള ആശയത്തോടൊക്കെ അദ്ദേഹം വിയോജിക്കുകയായിരുന്നു. അദ്ദേഹം മഹാത്മാഗാന്ധിയെക്കുറിച്ച് അതിമനോഹരമായൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഈ തമസിലാണ്ട ഈ നൂറ്റാണ്ടിനെ വിളിച്ചുയർത്തിയ രാഷ്ട്രപിതാവേ എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ടാണ്. അത് ഗാന്ധിജിയുടെ
ജന്മശതാബ്ദിയിൽ അദ്ദേഹം എഴുതിയ പാട്ടാണ്. അതിന് സംഗീതം നൽകിയത് നമ്മുടെ പഴയ പാട്ടുകാരനായ KP ഉദയഭാനുവാണ്. അതിമനോഹരമായ സംഗീതവും അതിമനോഹരമായ ആലാപനവും ഒക്കെയാണ് യേശുദാസാണ് പാടിയത്. ഗാന്ധിയുടെ ജന്മശതാബ്ദിയിൽ കേട്ട ആ പാട്ട് മുരളി പാടും. മഹാത്മാ ട്രസ്റ്റ് അല്ലേ പരിപാടി നടക്കുന്നതല്ലേ? മഹാത്മാ തമസ്സിൽ മുങ്ങിയ നൂറ്റാണ്ടിതിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ, തമസ്സിൽ മുങ്ങിയ നൂറ്റാണ്ടിതിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ, വിശാല ഭാരത ഹൃദയതലത്തിൽ വിളക്കുവെച്ചൊരു രാജ്യപിതാവേ, തമസ്സിൽ മുങ്ങിയ നൂറ്റാണ്ടിതിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ. അനുപദമനുപദം അണയാതിരുളിൽ കനകവിളക്കീത് സൂക്ഷിപ്പാൻ. അനുപദമനുദിനം അണയാതിരുളിൽ കനകവിളക്കീത് സൂക്ഷിപ്പാൻ. പവിത്രമാം നിൻ സ്മൃതിയുടെ മുന്നിൽ, പവിത്രമാം നിൻ സ്മൃതിയുടെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങൾ, പ്രതിജ്ഞ ചെയ്യുന്നു. തമസ്സിൽ മുങ്ങിയ നൂറ്റാണ്ടിതിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ. അഹിംസ തന്നുടെ കരവാളാലിനി അവനെ ചരിതം രചിപ്പാനും. അഹിംസ തന്നുടെ കരവാളാലിനി അവനെ ചരിതം രചിപ്പാനും. പ്രതിജ്ഞ ചെയ്യൂ നിന്നുടെ മുന്നിൽ, പ്രതിജ്ഞ ചെയ്യൂ നിന്നുടെ മുന്നിൽ, പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങൾ, പ്രതിജ്ഞ ചെയ്യുന്നു. തമസ്സിൽ മുങ്ങിയ നൂറ്റാണ്ടിതിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ, വിശാല ഭാരത ഹൃദയതലത്തിൽ വിളക്കുവെച്ചൊരു രാജ്യപിതാവേ, തമസ്സിൽ മുങ്ങിയ നൂറ്റാണ്ടിതിനെ വിളിച്ചുണർത്തിയ രാഷ്ട്രപിതാവേ. ഭാസ്കരൻ മാഷ് എഴുതി
രാഘവമാഷ് സംഗീതം നൽകിയ ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യം മുരളിക്ക് കിട്ടിയിട്ടുണ്ട്. അത് സിനിമാ പാട്ടല്ല, അത് ആൽബമാണോ അല്ല നാടകഗാനാണോ? നാടകഗാനാണോ? ഏതാ നാടകം? നാടകത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. കണ്ണീർ പുഴയുടെ അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവിൻ്റെ മുല്ല നട്ടു. അതിമനോഹരമായ വരികളാണ്. അതാവാം. കണ്ണീർ പുഴയുടെ അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവിൻ്റെ മുല്ല നട്ടു. കണ്ണീർ പുഴയുടെ അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവിൻ്റെ മുല്ല നട്ടു. നോവും തിന്നു നോമ്പും നോറ്റു രാവും പകലും ഞാൻ കാവൽ കാത്തു. നോവും തിന്നു നോമ്പും നോറ്റു രാവും പകലും ഞാൻ കാവൽ കാത്തു. മുല്ലക്കില വന്നു പൂവന്നു തേൻ വന്നു. മുല്ലക്കില വന്നു പൂവന്നു തേൻ വന്നു. പൂവായ പൂവെല്ലാം ഞാനറുത്തു. കണ്ണീർ പുഴയുടെ അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവിൻ്റെ മുല്ല നട്ടു. മോഹങ്ങൾ കൊണ്ടൊരു താമര നൂലു ഞാൻ നൂറ്റെടുത്തു. താനേ മോഹിച്ച മോഹങ്ങൾ കൊണ്ടൊരു താമര നൂലു ഞാൻ നൂറ്റെടുത്തു. തിങ്കൾ വിളക്കിൻ്റെ വെട്ടത്തിൽ ഞാനെൻ്റെ മംഗല്യ പൂമാല കോർത്തെടുത്തു. കണ്ണീർ പുഴയുടെ അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവിൻ്റെ മുല്ല നട്ടു. രാവുകൾ പോയപ്പോൾ കണ്ണീരാറ്റിൽ വെള്ളപ്പൊക്കം. 500-300 രാവുകൾ പോയപ്പോൾ കണ്ണീരാറ്റിൽ വെള്ളപ്പൊക്കം. മാടവും പാടവും മുല്ലയും മുങ്ങിപ്പോയി. അമ്പിളി പൊൻവിള കാടിക്കെട്ടു. കണ്ണീർ പുഴയുടെ അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവിൻ്റെ മുല്ല നട്ടു. കണ്ണീർ പുഴയുടെ അക്കരെ ഞാനൊരു പൊന്നിൻ കിനാവ്
മുല്ല നട്ടു. ഉറൂബിനെ ഓർമ്മിക്കുകയാണ്. ഉമ്മാച്ചു എന്ന പ്രശസ്ത നോവൽ സിനിമയായപ്പോൾ ഭാസ്കര മാഷിനെയാണ് സംവിധാനം ചെയ്തത്. ഭാസ്കര മാഷിനെയാണ് പാട്ടുകൾ എഴുതിയത്. അതിലൊരു പ്രശസ്തമായ ഗാനം ഉറൂബിനെ പാട്ടിലേക്ക് സ്വീകരിക്കുകയാണ്. ഉറൂബിൻ്റെ ഭാഷയും ഉറൂബിൻ്റെ കഥാപാത്രങ്ങളൊക്കെ പാട്ടിലേക്ക് വരികയാണ്. ആറ്റിനക്കരെ അക്കരെ ആരാണോ, മായൻ്റെ കാഴ്ചപ്പാടിലുള്ള പാട്ടാണ്. മായനും ഉമ്മാച്ചുവും ബീരാനും ഒക്കെ ഒന്നിച്ച് കളിച്ച് വളർന്നു. പക്ഷേ ബീരാൻ ഉമ്മാച്ചുവിനെ കെട്ടി മായൻ ദുഃഖിതനായി. മായൻ ഇങ്ങനെ ഈ ആറ്റിൻ്റെ അക്കരെ ഉള്ള അവളെ സങ്കല്പിച്ചുകൊണ്ട് എത്താത്ത ഒരു സ്വപ്നത്തെ എത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ്. അതാണ് ആ പാട്ടിലേക്ക് വരുന്നത്. രാഘവ മാഷാണ് സംഗീതം. അതിമനോഹരമായ പാട്ടാണ്. ഇതൊക്കെ ശരിക്ക് നമ്മളുടെ ഒരു രീതി ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാ പാട്ടുകളുടെയും രാഗം അന്വേഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമുക്ക്. ഇപ്പോൾ ഏതാണ് രാഗം എന്ന് വെറുതെ രാഗത്തിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാത്തവരും ചോദിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ ഇതൊക്കെ രാഗാധിഷ്ഠിതമല്ല, മറിച്ച് വ്യത്യസ്തമായ ചില സംസ്കാരങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ടാണ്, ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഈ പാട്ടുകളൊക്കെ ഇവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് യഥാർത്ഥം പറയുകയാണെങ്കിൽ ഇത് ബംഗാളിൻ്റെ ഈ രവീന്ദ്ര സംഗീതം എന്നൊക്കെ പറയുന്ന ആ ഒരു ശാഖയിൽ അവരുടെ ഒരു രീതിയിലാണ് ഈ പാട്ടിൻ്റെ നിർമ്മിതി രാഘവ മാഷ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് പാടാനോർത്തൊരു മധുരിത ഗാനം എന്ന പാട്ടൊക്കെ. അതെന്താ കാര്യം വെച്ചാൽ അദ്ദേഹം ഡൽഹി AER ഒരുപാട് കാലം കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത്. ആ സമയത്ത് രവീന്ദ്ര സംഗീതത്തിൻ്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട് അവിടെ. അങ്ങനെ ധാരാളം അത് കേട്ടിട്ടുണ്ട്. അതെങ്ങനെ കേരളത്തിൻ്റെ ഒരു സംഗീതവുമായി സമന്വയിപ്പിക്കാമെന്ന് ആലോചിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആറ്റിനക്കരെ ആരാണോ ആരാണോ മരമോ എന്നെ കാത്തു നിൽക്കണ പൈങ്കിളിയോ ആറ്റിനക്കരയാരാണോ കരയിൽ നിൽക്കും നിന്നെ കാണാൻ കടവ് തോണി, എൻ്റെ കടവ് തോണി. കരയിൽ നിൽക്കും നിന്നെ കാണാൻ കടവ് തോണി, എൻ്റെ കടവ് തോണി. എൻ്റെ കണ്ണു മൂടിയാൽ നിന്നെ കാണാൻ കനവ് തോണി, എൻ്റെ കനവ് തോണി. ആറ്റിനക്കരയാരാണോ ആശ കൊണ്ടു ഞാൻ മെനഞ്ഞെടുത്തൊരു മണ്ണുമാടം, ഒരു പുല്ലുമാടം. ആശ കൊണ്ടു ഞാൻ മെനഞ്ഞെടുത്തൊരു മണ്ണുമാടം, ഒരു പുല്ലുമാടം.
ഓഹോ 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 ആറ്റിന കരയാരാണോ പൂത്തുനിക്കണ പൂമരമോ എന്നെ കാത്തു നിക്കണ പൈങ്കിളിയോ ആറ്റിനക്കരെ നിക്കണതാരാണോ ആരാണോ ഓ ഓ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഭാസ്കരൻ മാഷ് ഒരു ദേശീയ ഗാനം നമുക്ക് തന്നിട്ടുണ്ട്. മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും മികച്ച ദേശഭക്തി ഗാനമാണത്. അത് ആലപിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും കൂടെ പാടിയാൽ വളരെ നന്നായിരിക്കും. സംഘഗാനമാണ്. ഒന്ന് എഴുന്നേറ്റ് നിന്നാലും വലിയ സന്തോഷമായിരിക്കും. ഞാൻ എഴുന്നേറ്റില്ല. നീ പെട്ടെന്ന് പറയുന്നുണ്ട്. എൻ്റെ ഓർഡർ ആദ്യം ഒരു ഓർഡറൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഓർഡർ മുഴുവൻ തെറ്റിച്ചു. അതാണ് എൻ്റെ പ്രശ്നം. സി പാട്ട് ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ലോ എന്ന്. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണ്. ഞാൻ തുടങ്ങിയിട്ട് എൻ്റെ പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. വിരുന്നു വന്നവർ ഭരണം പറ്റി മുടിഞ്ഞു പണ്ടി വീടാകെ. വിരുന്നു വന്നവർ ഭരണം പറ്റി മുടിഞ്ഞു പണ്ടി വീടാകെ. വീടു പുതുക്കി പണിയും വരയും വിശ്രമമില്ലിനിമേ. വീടു പുതുക്കി പണിയും വരയും വിശ്രമമില്ലിനിമേ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. ഗ്രാമം തോറും നമ്മുടെ പാദം
ചിതറി നടക്കട്ടെ. കൂരകൾ തോറും നമ്മുടെ കൈത്തിരി കൂരിരുൾ കീറി മുറിക്കട്ടെ. അടിപതറാതി ജനകോടികൾ പുതുപുലരിയിലേക്കു കുതിക്കട്ടെ. അലസതയരുകെ നമ്മുടെ ലക്ഷ്യം അരികെ അരികെ അരികെ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു വിരിമണ്ണൽ. ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മതൃകമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു വിരിമണ്ണൽ. എല്ലാവർക്കും പാടാൻ മടിയാണ്. എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത്? ഹലോ, പുറത്തെടുത്ത് സുകുമാരനെല്ലാം നല്ല പാട്ടുകാരനാണ്, എന്നിട്ട് പാടുന്നില്ല. പ്രിയപ്പെട്ടവരെ, കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ആദ്യ ദിനം, ഈ മൂന്നാമത്തെ സെഷൻ നമ്മുടെ ഓർമ്മയിൽ നിന്നൊരിക്കലും മായാത്ത രീതിയിൽ ഒന്നാക്കി മാറ്റിയ പറഞ്ഞു. അല്ല, എൻ്റെ കൂടെ സുധീഷിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സുധീഷാണ്. രണ്ട് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. ഒന്ന് പങ്കജാക്ഷനായിരിക്കും അല്ലേ? പങ്കൻ എന്നാണ് വിളിക്കുക. കീബോർഡ്. ഹരി പയ്യന്നൂരിൽ നേരത്തെ പരിപാടിയിലും ഹരി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലൂട്ട്. ജയപാലൻ കൊയിലാണ്ടിക്കാരനാണ്, തബലിസ്റ്റ്. ഓക്കെ, ശരി. ഇവർക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി മാത്രമേ ഉള്ളൂ, പൈസ ഇല്ല എന്നർത്ഥം. നമ്മുടെ വടകരയുടെ കലാകാരന്മാർ ശ്രീ സുധീഷ് മാസ്റ്റർ, വി ടി മുരളി എന്നിവർക്കും ഓർക്കസ്ട്ര ടീമിലെ തബല വായിച്ച ജയപാലൻ, കീബോർഡ് വായിച്ച പങ്കജാക്ഷൻ സർ, ഫ്ലൂട്ട് ഹരി എന്നിവർക്കും, അതേപോലെ തന്നെ സ്വാഗതം ആശംസിച്ച ശ്രീ പ്രമോദ് കക്കട്ടിലിനും ഈ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഒന്നാം ദിവസത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കാര്യപരിപാടിയിൽ നാളത്തെ ഒരു ചെറിയ ഭേദഗതിയുണ്ട്. എം.എൻ. കാരശ്ശേരി മാഷാണ് നാളെ കാലത്ത് 9:30 ഈ വേദിയിൽ സംസാരിക്കുന്നത്. ആ ചടങ്ങിൽ സ്വാഗതം പറയേണ്ടത് രാജൻ പുത്തലത്താണ്, നന്ദി പറയേണ്ടത് അനസാണ്. അതുകൊണ്ട് എല്ലാവരും കാലത്ത് 9:30 തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.